ഈ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അത് പ്രത്യേകിച്ച് BJP നിലമ്പൂരിൽ മത്സരിക്കാൻ പറ്റില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാരെ അവഗണിച്ച ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കെല്ലാം അറിയാം. യാതൊരു വിധത്തിലുള്ള ഒരു സംഘ പാരമ്പര്യമോ അല്ലെങ്കിൽ സനാതനധർമ്മമോ അറിയുന്ന ഒരാളെ അല്ല ഇവിടെ അവർ നിർത്തിയത്. പള്ളിയിൽ നിന്ന് വരെ വോട്ട് ചോദിക്കാൻ പോയിട്ട് ചവിട്ടിയെടുത്ത് പുറത്തു കളഞ്ഞ ഒരു ജോർജിനെയാണ്. നിങ്ങൾക്ക് അറിയാം, യേശുക്രിസ്തുവിന് ശേഷം വേറൊരു ഒരു അപ്പുറം ഇപ്പുറം രണ്ട് കള്ളന്മാരെ വെച്ചിട്ട് ഒരു രൂപത്തെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ജോർജിൻ്റെ അപ്പുറം ഇപ്പുറം നിന്ന് ഒന്ന് വെള്ളാപ്പള്ളിയുടെ മകനായ തുഷാർ എന്ന് പറഞ്ഞ ഒരു കൊടുങ്കള്ളനും പിന്നെ മറ്റു ചില കള്ളന്മാരും അവർ വെച്ചിട്ട് അവരെന്തുമാത്രം പൈസ പറ്റിച്ചിട്ടുണ്ടെന്നോ ഏതൊക്കെ രീതിയിൽ ആൾക്കാരെ ലൂട്ട് ചെയ്തിട്ടുണ്ടെന്നോ പൊതുസമൂഹത്തിന് അറിയുന്നതാണ്. എന്നാൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തു ചാടിക്കാൻ വേണ്ടി ഇവിടുത്തെ നിലമ്പൂരിലെ ആൾക്കാരുടെ കഷ്ടപ്പാട്, ഇവിടുത്തെ ആദിവാസികളുടെ കഷ്ടപ്പാട്, ഇവിടുത്തെ ഭൂരഹിതരുടെ കഷ്ടപ്പാട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്ന ഒരു സ്വയം സേവകനാണ് നമ്മുടെ രതീഷ്. ഈ രതീഷിൻ്റെ പത്രിക എങ്ങനെയെങ്കിലും തള്ളിക്കാൻ വേണ്ടിയിട്ട് ഒരു വക്കീലിനെ പിടിച്ച് അവിടെ കൊണ്ട് നിർത്തി. എന്തിനാ? ഇത്രയും കൊലയൊക്കെ നടത്തിയ ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ ഇല്ലേ? എന്താ അൻവറിന്റെ സാധനം ഒന്നും ആർക്കും നോക്കാനില്ലേ? മനാഫിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടായ അൻവറിന്റെ കാര്യം ഇവിടെ ആർക്കും നോക്കാനില്ലേ? അൻവറിന്റെ പത്രികയുടെ കാര്യം ചെക്ക് ചെയ്യാൻ വേറെ വക്കീൽ വരണ്ടേ? ബാക്കിയുള്ള അതുപോലെ മറ്റെത്ര ആൾക്കാരുണ്ട് ഇവിടെ? ആദിവാസികളുടെ കുടിവെള്ളം മുട്ടിച്ച ആൾക്കാരില്ലേ? ഇവിടെ പോലീസുകാരെ ബുദ്ധിമുട്ടിച്ച ആൾക്കാരില്ലേ? അവരുടെ ഒന്നും ഇത് നോക്കാനില്ലേ? BJPക്ക് നമ്മുടെ മാത്രം നോക്കണം അല്ലേ? ഇത് BJPയുടെ ചരിത്രം കംപ്ലീറ്റ് കേരള ജനത തുറന്നു നോക്കാനുള്ള ഒരുപാട് ഫയലുകൾ ഇനി ഇവിടെ ഓപ്പൺ ആവും. രാജീവ് ചന്ദ്രശേഖരനല്ല, അയാളുടെ അപ്പൂപ്പൻ മുത്തുപ്പട്ടർ വന്നാലും ശരി, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജിയും വെച്ച് ഇവിടെ RSSന്റെ ആ ദിവ്യമായ ഒരു പേരും വെച്ചിട്ട് ഇവരിവിടെ കേരളത്തിൽ നടത്തുന്ന ഡീൽസ്, അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ആൾക്കാർ നടത്തുന്ന ബിസിനസ്, ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് എന്ത് നീതിയാണ് ഇവരുടെ എന്നുള്ളത്. 24,000 കോടി രൂപയാണ് നരേന്ദ്രമോദിജി ഇവിടുത്തെ നിലമ്പൂരിലെ അടക്കമുള്ള ആദിവാസികൾക്ക് വേണ്ടി കൊടുത്ത്. അതെന്തെങ്കിലും ഇവിടെ കൊണ്ടുവന്നോ? ശോഭാ സുരേന്ദ്രൻ എന്താ ഇന്നലെ പറഞ്ഞത്? CPM എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മണി പമ്പിങ് മെഷീൻ എന്ന്. അപ്പൊ ഇവര് മണി പുള്ളിങ് മെഷീൻ അല്ലേ? ഇവര് പുള്ളിയത മണിക്ക് കണക്കുണ്ടോ? അപ്പൊ ഈ പാവത്തിന് ഈ ജനങ്ങളിൽ നിന്ന് മാറ്റിക്കണമല്ലേ? ഇതാണോ ഇവരുടെ ഉദ്ദേശം? നടക്കില്ല. കാരണം നമ്മളുടെ ബൈലോ ആണ് ഇറന്ന് മേടിച്ച് ഈ BJP നിൽക്കുന്നത്. ഹിന്ദു മഹാസഭയുടെ ബൈലോ പോലെ ആണ് അവരുടെ ഇരിക്കുന്നത്. അവരുടെ ഒന്നുമില്ല, ഒരു ആദർശമില്ല, ഒരു ഐഡിയോളജി ഇല്ല, ഒരു വകയില്ലാത്ത വെറും ഒരു കുന്നുംകുളം പാർട്ടിയായി മാറി കേരളത്തിലെ BJP. കുന്നുംകുളം പാർട്ടി ഡ്യൂപ്ലിക്കേറ്റ് ആണിത്. സമൂഹം തിരിച്ചറിയണം അവരുടെ കപടത. മോദിജിയെ ബഹുമാനിക്കുക, ഓക്കെ ഫൈൻ. മോദി ആണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ എത്തിക്കുന്നുണ്ടോ? മോദിയുടെ പേര് പറഞ്ഞ് എത്രമാത്രം കൊള്ളയും കൊലയും ഇവർ നടത്തുന്നത്? എന്തെങ്കിലും പറഞ്ഞ ED IT NIA എന്ന് പറഞ്ഞ ആൾക്കാരെ വരട്ടുക. ഇവന്മാരെന്താ കാണിക്കുന്നത്? എന്തെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും സംഘത്തിന് വിരുദ്ധമാണെന്ന് അല്ലേ? ഇവരൊക്കെ സ്വയം സേവരാ.